हरे कृष्णा सर्वं कृष्णार्पणमस्तु जय श्री राधे राधे तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये हे कृष्ण करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कान्धा राधा कान्धा നമസ്തുതേ. ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ കഥ, കഴിഞ്ഞ കഥ നമ്മളുടെ ഒറീസയിലെ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജഗന്നാഥ ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതിൻ്റെ ആവിർഭാവമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെയാണ് മെയിനായിട്ട് കാണാനുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. സങ്കല്പത്തിൽ എല്ലാവരും വരും. അപ്പം നമുക്ക് തുടങ്ങാം. ഒറീസയിലാണ് നമ്മുടെ ജഗന്നാഥപുരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതും സമുദ്രത്തിൻ്റെ തീരത്താണ്. ഏത് കാലഘട്ടം എന്നൊന്നും ഇന്നും ആർക്കും കണ്ടുപിടിക്കാനോ തിട്ടപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. അതൊന്നും ആർക്കും അറിയില്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി അത് മൺമറഞ്ഞു പോയി, വീണ്ടും അതിനെ പുനരുദ്ധാരണം ചെയ്തു. അങ്ങനെ കുറേ ഇപ്പോഴും അവിടെ റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഇപ്പോഴും റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് പുരിയുടെ പ്രത്യേകിച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പതാകയാണ്, ധ്വജമാണ്. കുറേ പ്രാവശ്യം ആ ധ്വജം മാറും. അത് ഞാൻ ലാസ്റ്റിൽ പറയാം അതെന്താണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്, നമ്മൾ ആദ്യം അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ധ്വജത്തിൻ്റെ ചെറിയൊരു ഇതുണ്ട്. ആ ധ്വജത്തിൻ്റെ സൈഡിൽ ഫുൾ ചുറ്റുമായിട്ട് നിറയെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കാല് കഴുകി തൊട്ടപ്പുറത്തിൻ്റെ പൈപ്പിൽ മുഖം കഴുകി വെള്ളമൊക്കെ തെളിച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറണമെങ്കിൽ. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു ജഗന്നാഥനുണ്ട്, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജഗന്നാഥൻ. ആ ജഗന്നാഥനെ നമ്മൾ പതിത പാവൻ എന്നാണ് പറയുക. അതായത് ആ പതിത പാവൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അകത്തിരിക്കുന്ന ജഗന്നാഥൻ ആ അന്യജാതിക്കാരനായിട്ടുള്ള ഒരാളെ എപ്പോഴും വന്നിട്ട് അവിടെ നിന്ന് പറയും. അപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ അന്യജാതിക്കാർക്കോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കോ ഒന്നും അമ്പലത്തിലേക്ക് വരാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നും ഇങ്ങനെ ആ വഴി പോകുമ്പോൾ ഭഗവാനോട് പറയും, എനിക്ക് എപ്പോഴാണ് നിങ്ങളെ ഒന്ന് ദർശിക്കുക, എന്നെ അകത്തേക്ക് കയറ്റിയും വിടില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോൾ അയാളെ സമ്മതിക്കാതെ ആട്ടി വിടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം ഭഗവാൻ ഇങ്ങനെ ഭയങ്കര വിഷമം കൊണ്ട് എന്താ പറയുക, അതങ്ങനെ വന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കണം, നീ എന്നെ കണ്ടോ. അതായത് അകത്തേക്ക് പ്രവേശനം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നോക്കൂ, ഈശ്വരൻ്റെ മുമ്പിൽ ജാതിയോ മതമോ താഴ്ന്ന ജാതിയോ സൗന്ദര്യമോ കറുത്തതോ വെളുത്തതോ അങ്ങനെ ഒന്നുമില്ല. പണമുള്ളവൻ പണം ഇല്ലാത്തവൻ അങ്ങനെയൊന്നുമില്ല. ആർക്കും മുമ്പിലും ഭഗവാൻ വരും. നമുക്കല്ലേ ഭഗവാന്റെ അടുത്ത് പോകാൻ മടി. ഭഗവാൻ ആർക്കും മുമ്പിലും വരും. അതങ്ങനെ ഫ്രണ്ടിലൊരു പതിത പാവൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഭക്തന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രീകോവിലിൻ്റെ നടുവിലിരുന്ന ശ്രീകോവിലിൻ്റെ അകത്തിരുന്ന ആൾ ഫ്രണ്ടിൽ വന്നിട്ട് ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വഴിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ തൊഴുതാം. വലിയ ശിലയാണ്. അത് നമുക്ക് എത്ര ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നോക്കിയാലും ഇങ്ങനെ അടുത്തുപോലെ നമുക്ക് തോന്നും. അങ്ങനെ അത് തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ കയറുകയാണ്. കയറുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും, അവിടെ ഫസ്റ്റിൽ ഹനുമാനെ ബന്ധിച്ചിട്ടുണ്ടാവും. ഹനുമാനെ ഒരു കയർ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടാവും ഒരു ഭാഗത്ത്. പിന്നെ യമധർമ്മനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. ധർമ്മരാജാവായിട്ടുള്ള യമധർമ്മനെ ഒരവിടെ കെട്ടി വെച്ചിട്ടുണ്ടാവും. ആ പടിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യമശില എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡത്ത് പാചകപ്പുരയാണ്. ഭഗവാന് അന്നബ്രഹ്മം എന്നല്ലേ പറയുക. അപ്പോൾ ആ അന്നബ്രഹ്മത്തിൻ്റെ പാചകപ്പുരയാണ് ഒരു സൈഡിൽ. അവിടെ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഭഗവാന് നിവേദിച്ചതിന് ശേഷം അതെല്ലാം കൊണ്ട് ഫുഡ് കോർട്ടിൽ കൊണ്ട് വയ്ക്കും. അതെല്ലാവർക്കും വാങ്ങി കഴിക്കാം. പാചകപ്പുരയാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടാണ് ആലിലക്കണ്ണൻ. അതായത് മാർക്കണ്ഡേയ മുനിക്ക് ആലിലക്കണ്ണനായിട്ട് ദർശനം കൊടുത്തിട്ടുള്ള ഒരു ആൽമരം അവിടെയുണ്ട്. ആലിലക്കണ്ണൻ്റെ പൂർണ്ണരൂപം കണ്ടത് മാർക്കണ്ഡേയ മുനിയാണ്. ഒരു ആൽമരത്തിലാണ് പ്രളയം. അത് പിന്നെ ആ കഥ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആ ഒരു ആൽമരമാണ് അവിടെയുള്ളത്. ആ ആൽമരത്തിൽ ഇങ്ങനെ നൂലൊക്കെ കെട്ടിയിട്ട് അതിന് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് അതിൻ്റെ താഴത്തെ സ്വാമിമാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവർ മന്ത്രങ്ങളൊക്കെ വേദങ്ങളൊക്കെ പറഞ്ഞു തരും. അതൊക്കെ പറയുന്നത് നല്ലതാണെന്ന് പറയും. അതും കഴിഞ്ഞിട്ടൊരു ഭുഷുണ്ടി കാക്കയും കഴിഞ്ഞാൽ ദുർഗാദേവി വിമല, അവിടെ പാർവതി ദേവിനെ വിമലാ ദേവി എന്നാണ് പറയുന്നത്. അതായത്
എന്താണ് നമ്മുടെ ഇവിടങ്ങളിൽ മാത്രമാണ്, കേരളത്തിലുള്ള അമ്പലങ്ങളിൽ മാത്രമാണ് ദേവി, പാർവതി ദേവി അല്ലെങ്കിൽ സതി ദേവി, അങ്ങനെ ദേവിമാരുടെ സെപ്പറേറ്റഡ് പേരുള്ളത്, കുറേ പേരുള്ളത് നമ്മുടെ നാട്ടിൽ. അവിടങ്ങളിലൊക്കെ ദുർഗാദേവി അല്ലെങ്കിൽ വിമലാദേവി. ഈ വിമലാദേവി തന്നെയാണ്, ദുർഗാദേവി തന്നെയാണ് പാർവതി ദേവി. അപ്പം ആ ഒരു ഭുഷുണ്ടി കാകനും കഴിഞ്ഞിട്ട് നമ്മുടെ ദുർഗാദേവി ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ കഥ ഇതിൽ പറയും, എന്തുകൊണ്ടാണ് ഇവിടെ വിമലാദേവി വരാനുള്ളതെന്നുള്ളത് നമുക്ക് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ജഗന്നാഥൻ്റെ ചുറ്റിലും, അങ്ങനെ സെൻട്രലിലാണ് ഭഗവാൻ ഇരിക്കുന്നത്, അതിൻ്റെ ചുറ്റിലുമായിട്ട് 33 കോടി ദേവർകളും ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ജഗന്നാഥൻ്റെ വേറൊരു പ്രത്യേകത. ആ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ നടുവിൽ ഭഗവാൻ ഇരിക്കണു, ചുറ്റും നമ്മൾ ആരാധിക്കുന്ന 33 കോടി ദേവർകളും, ഒപ്പം പാർവതി ദേവിയും, വിമലാദേവി, കാളി, അതൊക്കെയാണ് ഒറീസയിൽ പ്രശസ്തമായിട്ടുള്ള പേരെന്ന് പറയുന്നത്. ഭഗവതി എന്ന നാമം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് പ്രശസ്തമായിട്ടുള്ളത്. അപ്പോൾ ഈ നാരദൻ ജഗന്നാഥൻ്റെ പ്രസാദത്തിൻ്റെ കഥയിൽ, അതായത് നാരദൻ ഈ ജഗന്നാഥൻ്റെ പ്രസാദ കഥ അറിയുകയാണ്. ഭഗവാൻ ഭയങ്കര അന്നബ്രഹ്മക്കാരനാണ്, നിറയെ വിഭവങ്ങൾ വേണം, മധുരവും ചോറും കറിയൊക്കെ ഇഷ്ടംപോലെ, എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണപ്രിയനും കൂടിയിട്ടാണ് അദ്ദേഹം. അപ്പോൾ നാരദർക്ക് അറിയുകയാണ് ഈ പറയുന്ന ജഗന്നാഥൻ്റെ അവിടുത്തെ പ്രസാദ ഊട്ടൊക്കെ ഉണ്ട്. ആ പ്രസാദ ഊട്ടിൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നാരദ മുനിക്ക് ആ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ആ പ്രസാദം കഴിക്കാനുള്ള മോഹം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ പ്രസാദ മഹിമ അറിഞ്ഞിട്ട് അദ്ദേഹം ജഗന്നാഥപുരിയിൽ എത്തുകയാണ്. ഈ ഭഗവാന് വിഭവങ്ങൾ അവർ 56 എല്ലാ ദിവസവും 56 വിഭവമാണ് ഉണ്ടാക്കുന്നത്. അത് 64 തവണയായിട്ട് നിവേദിക്കും. നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ 7 എന്താണ് വിഭവങ്ങളും 7 തവണ പൂജ അങ്ങനെയല്ലേ ഉള്ളത്. പക്ഷേ ഈ ഒരു ജഗന്നാഥപുരിയിൽ മാത്രമേ അങ്ങനെയുള്ളൂ. 56 വിഭവം കൊണ്ട് 64 തവണ പൂജിക്കുന്ന പറയണത്, നിവേദിക്കുന്ന പറയണത്. അപ്പം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലായാലും തിരുപ്പതിയിലൊക്കെ ആയാലും 7 തരത്തിലുള്ള ഫുഡും 7 തവണ മാത്രമേ പൂജിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഭാരതത്തിലെ ജഗന്നാഥൻ്റെ അവിടെ മാത്രമാണ് ഒരു ദിവസം 64 തവണ പൂജിക്കുന്നത്. അപ്പോൾ അന്നബ്രഹ്മം എന്ന പേരും അതേപോലെ തന്നെ ജഗന്നാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോകപരിപാലകൻ എന്നാണ് അർത്ഥം. ആ ലോകപരിപാലകന് നിറയെ ഭക്ഷണം കൊടുക്കണ്ടേ, കുറേ പണി ചെയ്യുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെയാണുള്ളത്. ആ ഒരു ലോകപരിപാലകനായാലും ജഗന്നാഥൻ സെൻട്രലിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കും പട്ടിണി കിടക്കേണ്ട കാര്യമില്ല, ഏകാദശിയൊന്നും എടുക്കേണ്ടി വരില്ല. ഏകാദശി നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ജഗന്നാഥപുരിയിൽ പുരി ഒറീസയിലൊന്നും അവരൊന്നും ഏകാദശി എടുക്കില്ല എന്നാണ് പറയണത്. അവിടെ അതിന് കാരണമുണ്ട്. അപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരില്ല, ഭക്ഷണം ഇഷ്ടംപോലെ കിട്ടും. തുച്ഛമായ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ചോറ് പോലെ വലിയ ചട്ടിയാണ്, ആ ചട്ടിയിൽ ചോറൊക്കെ ആക്കിയിട്ട് നമുക്ക് തരുമെന്ന് പറയും. ഇതൊരു 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവരും, ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഫുഡ് കോർട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫുഡ് കോർട്ട് അവിടെ ഉണ്ടായിരുന്നു. ജഗന്നാഥൻ്റെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. 300 കടകളുണ്ട് അതിനകത്ത്. ഫുഡ് വിൽക്കുന്ന, മധുരപലഹാരങ്ങളും അതേപോലെ തന്നെ ഫുഡും വിൽക്കും, ചോറും കറിയും ഒക്കെ വിൽക്കുന്ന 300 കടകളുണ്ട്. അപ്പോൾ എന്താ പറയുക, കലത്തിലാണ് അവർ ഭക്ഷണം, വലിയ ചട്ടി ഇങ്ങനെ കൂർമ്മം പോലുള്ള വലിയ കലത്തിലാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത്. അത് വേറൊരു രീതിയിലാണ് അത് പറയുന്നത്. ഭക്ഷണമൊക്കെ ചുരുങ്ങിയ വിലക്കാണ് ആ ചോറൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും പോയിട്ട് പൈസയില്ല, ഭക്ഷണം വേണം, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചിട്ടില്ല, പൈസയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണവും കൊടുക്കും. അത് പറയണമെന്ന് മാത്രം. അതിൽ പറയുന്നുണ്ടല്ലോ, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ. എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? പ്രസാദേ സർവദുഃഖോ നാം ഹാനി. ഭഗവത്ഗീതയിൽ പറയുന്നത് സർവ്വതും ഇല്ലാതാക്കുന്നതാണ് പ്രസാദത്തിന് കഴിയും. സർവ്വരോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ കഴിയുന്നത് ഒറ്റ വസ്തുവേ ഉള്ളൂ, പ്രസാദം, ഭഗവത് പ്രസാദം. അത് പല രൂപത്തിലാവാം, പൂവാവാം, ചന്ദനമാകാം, എന്തുമാണ്, തീർത്ഥമാവാം. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഏതൊരു സാധനവും അത് പ്രസാദമാണ്. ആ പ്രസാദം കഴിച്ചാൽ നമുക്ക് നമ്മളുടെ ശാരീരിക മാനസിക വ്യഥകളും അതേപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരുന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ചന്ദനം വാങ്ങിയിട്ട് കുറിയിട്ടതിന് ശേഷം അതിന് അവിടെയും ഇവിടെയൊക്കെ തേച്ചിട്ട് വരും. അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുക.
അത് നമുക്ക് കിട്ടിയത് ഭഗവാൻ നമുക്ക് തന്നതാണ്. ഭഗവാന്റെ പ്രസാദമാണ് നമുക്ക് തന്നത്. അതിനെ നമ്മൾ ഭദ്രമായിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് നമ്മുടെ പൂജാ റൂമിലോ നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ പ്രസാദം പല രൂപത്തിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ പ്രസാദത്തിൻ്റെ മഹിമയൊക്കെ അറിഞ്ഞ് ചരണതീർത്ഥം എന്നാണ് തീർത്ഥത്തിനെ പറയുക. ചരണതീർത്ഥം, ഭഗവാന്റെ ചരണം, കാൽപാദങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം എന്നാണ് പറയുക. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. അകാല മൃത്യുഹരണം, അകാല മൃത്യു ഉണ്ടാവില്ല. സർവ്വവ്യാധി വിനാശനം, വിഷ്ണു പാദോദഹം പീത്യ. അപ്പോൾ ഭഗവാന്റെ കാലിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു എന്താ പറയുക, തീർത്ഥം കുടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വേറൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുനർജന്മ ഭയം പീത്യ, അതായത് പുനർജന്മത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു പുനരധി ജനനം, പുനരധി മരണം എന്നുള്ള ആ ഒരു ഭയം ഉണ്ടല്ലോ, ആ ഭയം ഇല്ലാതാക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രസാദത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അങ്ങനെ പ്രസാദ കഥ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ നാരദൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരികയും, നാരദൻ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വേറൊരു കഥ കൂടെ കയറി വരുന്നുണ്ട്. നാരദൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ലക്ഷ്മിയെയും ഭഗവാനെയും കണ്ടിട്ട് സേവനം അർപ്പിക്കുകയാണ്. കുറേ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സേവനം ചെയ്യാം, അടിച്ചു വാരുക, അവിടെ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതിലൊക്കെ നമുക്ക് പങ്കാളിയാവാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ നാരദ മഹർഷി അവിടെ ചെന്ന് ചെയ്യുകയാണ്, പുരിയിൽ ചെന്ന് ചെയ്യുകയാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗം നടക്കുന്നുണ്ട്. രഥയാത്രയ്ക്ക് മുൻപ് പുരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്ര നടക്കും വർഷത്തിൽ. അപ്പോൾ വളരെ ആ രഥയാത്ര നടക്കുന്ന സമയത്ത് അന്ന് രാജഭരണമായിരുന്നല്ലോ. അപ്പോൾ ആ രാജഭരണത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് രാജാവാണ് അവിടെ അടിച്ച് വാരുന്നത്. സ്വർണ്ണച്ചൂല് കൊണ്ടാണ് അടിച്ചു വാരുക. ഇന്ന് സ്വർണ്ണച്ചൂലൊന്നും അല്ലായിരിക്കാം എന്ന് വിചാരിക്കണം. അല്ല, ഭയങ്കര എളിമയോട് കൂടിയിട്ട് രാജാവ് രഥത്തിൻ്റെ മുൻപിലെ വഴി, ആ ഗ്രാമപ്രദേശത്തിലുള്ള വീതിയിലുള്ള എല്ലാ വഴികളും, അതായത് രഥം പോകുന്ന വഴിയൊക്കെ അടിച്ച് രാജാവ് പോകും. ആ അടിച്ച വഴിയിലൂടെ നമ്മുടെ രഥം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു രാജാവാണ് അത് ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെ അപ്പുറത്തുള്ള ഈ ചുറ്റുവശത്തുള്ള ആളുകളും അവരുടെ വീടും ഭവനങ്ങളും അതേപോലെ തന്നെ വീഥികളും ഒക്കെ അവരും ഇതുപോലെ ചെയ്യുമെന്നുള്ളതാണ്. വൃത്തിയാക്കി രാജാവ് മുന്നോട്ട് പോകുന്നു, രഥം പുറകെ പ്രയാണം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇന്നും അങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. ഛേദോധർപ്പണമാർജനം എന്നാ പറയുക. നാട്ടുകാരും ചെയ്യും. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കുക, സേവനം ചെയ്യുക. ആ സേവനം ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാവും എന്നാ പറയുക. അങ്ങനെ ലക്ഷ്മി ദേവി ചോദിക്കുകയാണ്, എന്തു വേണം നാരദരെ ചോദിക്കുകയാണ്. കുറേ സേവനങ്ങൾ ചെയ്തല്ലോ, ആ സേവനങ്ങൾ ചെയ്തപ്പോൾ എന്താണ് നിനക്ക് വേണ്ടത്, വരം ചോദിക്കൂ പറയുമ്പോൾ, എനിക്ക് വേറൊന്നും വേണ്ട, എന്ത് നേടാനാണ്, ഞാൻ എല്ലാം നേടി, എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ, കുറച്ച് പ്രസാദം വേണമെന്ന് പറയും. പ്രസാദം കിട്ടുമോ എന്ന് ചോദിക്കും. അങ്ങനെ പ്രസാദം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാൻ പ്രസാദം കൊടുക്കുകയാണ്. പ്രസാദം കൊടുത്തിട്ട് ആ പ്രസാദം അങ്ങോട്ട് കഴിച്ചിട്ട് ആനന്ദ നടനമാടുന്നാണ് പറയുന്നത്. ആ പ്രസാദത്തിന് അത്രയും എന്താ പറയുക, ശരീരത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും, സന്തോഷം കൊണ്ട് നിലനിർത്താൻ കഴിയുന്നതാണ്. അങ്ങനെ നമ്മുടെ ഭക്തോത്തമനായിട്ടുള്ള നാരദൻ ഭഗവാന്റെ പ്രസാദം കഴിച്ചിട്ട് ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. ആ മഹതി, അതായത് നാരദൻ്റെ കയ്യിലുള്ള വീണയുടെ പേരാണ് മഹതി എന്ന് പറയുന്നത്. അപ്പോൾ മഹതി ആ വീണയും പിടിച്ചുകൊണ്ട് നാരദൻ രാധാരമണ ഹരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പാടി ഉറക്കെ ആനന്ദ നൃത്തം ചെയ്യണം. ആളുകളെ കാണുമ്പോൾ അദ്ദേഹം നാരായണ 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 പറയും, അല്ലെങ്കിൽ രാധാരമണ ഹരി അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ സന്തോഷകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സുഖകരമായിട്ടുള്ള ചിന്തയിൽ ഭഗവാനെ ഓർക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ രാധികാരമണ നാമം ചൊല്ലും എന്നാണ് പറയുക. അതായത് രാധികാരമണം, അതായത് അതിൽ ഫസ്റ്റ് പറഞ്ഞല്ലോ കൃഷ്ണൻ്റെ, അതായത് ജഗന്നാഥപുരിയിലെ ഭഗവാന്റെ ഹൃദയത്തിൽ രാധ ഇരിക്കുന്നു എന്നുള്ള ആ സങ്കല്പത്തിലാണ് രാധികാരമണ നാമം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. ആളുകളില്ലെങ്കിൽ അത് ചൊല്ലും. ആളുകൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ മന്ത്രം മാറ്റിയിട്ട് നാരായണ 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 എന്ന് ചൊല്ലും. പ്രപഞ്ചത്തിൽ 14 ലോകത്തിലും സഞ്ചരിക്കാനുള്ള അനുവാദമുള്ള ഒരാൾ കൂടിയാണ് നാരദൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ല.
നാരദർക്ക് എവിടെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി പോകാം. ഭഗവാന്റെ അതായത് ബെഡ്റൂം വരെ കയറി പോകാനുള്ള അധികാരം ഈ ഒരേ ഒരാൾക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾക്കുള്ളതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നാരദ മഹർഷിക്കാണ്. അങ്ങനെ ഈ 14 ലോകത്തിലും സഞ്ചരിക്കുകയാണ്. അത് അങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും, അതായത് സൂര്യനിലേക്കും ചന്ദ്രനിലേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള കഴിവ് നാരദർക്ക് തന്നെയാണ്. ഇപ്പോൾ ഓരോ ആൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും. അപ്പം നമ്മുടെ 14 ലോകത്തിലും ഓരോ ജന്മങ്ങളാണ് താമസിക്കുന്നത്. ഓരോ ഇപ്പോൾ ഭൂമിയിൽ നമ്മളെ പോലുള്ള ആളുകൾ, അതുപോലെ ചന്ദ്രനിൽ വേറെ ആൾക്കാരുണ്ടാവാം, സൂര്യനിൽ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ജീവിക്കുന്ന കുറേ അന്യഗ്രഹ ജീവികൾ. ഓരോ ഗ്രഹത്തിലും ഓരോ ജീവികളല്ലേ, അതൊക്കെ ശാസ്ത്രത്തിൻ്റെ വഴി. അപ്പോൾ എന്താ പറയുക, മനുഷ്യർക്ക്, സാധാരണപ്പെട്ട മനുഷ്യർക്ക് അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. നാരദന് പക്ഷേ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള കഴിവും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രസാദവും കഴിച്ചിട്ട് ആനന്ദ നടനമാടി പോകുന്ന പറയുക. അങ്ങനെ സഞ്ചരിച്ച് എല്ലാവരും കൂടും. അങ്ങനെ പോയിട്ട് എന്താവും, എവിടെ ചെന്ന് ചേരും? കൈലാസത്തിൽ അങ്ങ് പോകും. കൈലാസത്തിൽ അങ്ങോട്ട് പോയി ചേരുന്ന സമയത്ത് ഭഗവാൻ മഹാദേവൻ ചോദിക്കും, എന്താ ഇത്ര സന്തോഷം നാരദരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ്റെ അടുത്ത് ഈ നല്ല കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും പങ്കുവെക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇതൊരു നല്ല കാര്യമാണെന്ന് കരുതിയിട്ട് നാരദര് മഹാദേവൻ്റെ അടുത്ത് കാര്യം പറയുകയാണ്. അവിടെ പോയപ്പോൾ ഞാൻ സേവനം ചെയ്തു, ഭഗവാനെ കണ്ടു, ലക്ഷ്മി ദേവിയെ കണ്ടു, അവരെനിക്ക് പ്രസാദം തന്നു, ആ പ്രസാദം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ആനന്ദ നടനം ആടാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഭഗവാൻ പറയും, ഓ പ്രസാദം കിട്ടിയല്ലേ, നീ ഒറ്റയ്ക്ക് കഴിച്ചില്ലേ, ആർക്കും കൊടുക്കാണ്ട് പ്രസാദം കിട്ടിയ എല്ലാവർക്കും കൊടുക്കണ്ടേ, അതറിയില്ലേ, എന്താ പ്രസാദം കിട്ടിയിട്ട് എനിക്ക് കൊണ്ട് തന്നില്ല എന്നുള്ള സങ്കടം പറഞ്ഞപ്പോൾ നമ്മുടെ നാരദർക്ക് ഭയങ്കര സങ്കടം വന്നു. അയ്യോ ഞാൻ ചെയ്തത് മോശമായി പോയോ, തെറ്റായോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കഴിച്ച കൈ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിയപ്പോൾ കയ്യിൽ എവിടെയോ ഒരു ചെറിയൊരു അംശം, ആ പ്രസാദത്തിൻ്റെ മഹാപ്രസാദം എന്നാണ് ജഗന്നാഥപുരിയിലെ പ്രസാദത്തെ പറയുക. ആ പ്രസാദത്തിൻ്റെ ഒരു ചെറിയൊരു അംശം അതിൽ കിട്ടി. അപ്പോൾ അത് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശിവൻ അത് സന്തോഷത്തോടു കൂടിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഭുജിക്കുകയാണ്. ആ ഭുജിച്ച് കഴിഞ്ഞതും താണ്ഡവ നൃത്തമാടാൻ തുടങ്ങി എന്നാ പറയുക. സന്തോഷം കൊണ്ട് ഭഗവാൻ ഇങ്ങനെ, അതായത് ചെറിയൊരു അംശം കഴിക്കുമ്പോഴത്തേക്കും, ഇത് സത്യയുഗത്തിലാണ്, ചെറിയൊരു അംശം കഴിക്കുമ്പോഴത്തേക്കും ഭഗവാൻ പോലും അവിടെ താണ്ഡവമാടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ താണ്ഡവമാടിക്കഴിഞ്ഞാൽ ഭൂമിയൊക്കെ 3 ലോകവും കുലുങ്ങും അല്ലേ. 3 ലോകവും കുലുങ്ങുമ്പോൾ ദേവീദേവന്മാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ പേടിക്കും, എന്താണ് പ്രളയം സംഭവിക്കാൻ പോവുകയാണോ, അങ്ങനെയാണെങ്കിലല്ലേ താണ്ഡവ നൃത്തം ആടുക. ഇപ്പം എന്താ ഭഗവാൻ താണ്ഡവ നൃത്തം ആടണേ എന്ന് പറഞ്ഞ് പാർവതി ദേവിയുടെ അടുത്ത് വന്നിട്ട് എല്ലാവരും ചോദിക്കും, ഇപ്പം എന്തു പറ്റി, എന്തിനാണ് താണ്ഡവ നൃത്തം ആടുന്നത് ഭഗവാൻ, എന്താ കാരണം, പ്രളയം വരാൻ സമയമായിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പം താണ്ഡവ നൃത്തം ആടണേ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർവതി ദേവി ഓടി വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ താണ്ഡവ നൃത്തം ആടാൻ ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഭൂമി എന്താ ഇല്ലാതാവാൻ പോകണോ, പ്രളയം സംഭവിക്കാൻ പോവുകയാണോ, അത് ഇതിനുള്ള സമയമായിട്ടില്ലല്ലോ, പിന്നെന്തിനാന്ന് ചോദിക്കും. അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ശിവൻ. മഹാദേവൻ പാർവതി ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നാരദർ വന്നതും ഭക്ഷണം കഴിച്ചതിലും അതിലൊരു അംശം കിട്ടിയപ്പോൾ എനിക്ക് തന്നതും ഞാനത് ഭുജിച്ചതും ഞാൻ താണ്ഡവ നൃത്തം ആടി എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ നമ്മുടെ അർദ്ധാംഗിനിയായിട്ടുള്ള പാർവതി ദേവിക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഞാൻ അർദ്ധാംഗിനിയിലെ, അതായത് പാതി ഭഗവാന്റെയും പാതി ഇതുമാണല്ലോ, അപ്പോൾ അർദ്ധാംഗിനിയായിട്ടുള്ള എന്നെ മറന്നിട്ട് പ്രസാദം കിട്ടിയപ്പോൾ ഒറ്റയ്ക്ക് തിന്നില്ലേ എന്നുള്ള ആ കഥയുമായി അവിടെ മഹാദേവൻ ധർമ്മസങ്കടത്തിലായി. പറയേണ്ടത് പറയുകയും ചെയ്തു, എന്നാൽ കൊടുക്കാനിട്ട് എടുത്തു വെച്ചില്ല, പേരിലാണെങ്കിലോ അർദ്ധനാരീശ്വരൻ എന്നും. അങ്ങനെ പാർവതി ദേവിക്ക് ഭയങ്കര സങ്കടമായി, കുറേ എന്തൊക്കെയോ പറഞ്ഞു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിമലാദേവി അങ്ങനെ പോവുകയാണ്. അങ്ങനെ എവിടേക്ക് വരികയാണ്, പുരിയിലേക്ക് ജഗന്നാഥസ്വാമിയെ കാണാൻ വേണ്ടി വരികയാണ്. ജഗന്നാഥസ്വാമിയെ കണ്ടിട്ട് കാര്യം പറയുകയാണ്, ഇതൊക്കെ മോശം കാര്യങ്ങളാണ്, അങ്ങനെ ഒരാൾക്ക് മാത്രം പ്രസാദം കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കുക, അത് മോശം കാര്യമാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര സങ്കടപ്പെടുത്തണം, ഇനി അങ്ങനെ ഉണ്ടാവാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട്
എന്താ പറയുക, ആ കഥകളൊക്കെ പറയുകയാണ്. നാരദൻ കൊണ്ടുവന്നു, അത് ഭഗവാൻ കഴിച്ചു, എന്നിട്ട് എനിക്ക് തന്നില്ല എന്നുള്ള ആ പരിഭവ കഥകളൊക്കെ അദ്ദേഹത്തോട് പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറ്റില്ല, എന്ത് കിട്ടുന്നോ അന്നം അത് പങ്കുവയ്ക്കണം, എല്ലാവർക്കും പ്രസാദമായിട്ട് ഇന്നു മുതലെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവി, അതായത് വിമലാദേവി അവിടെ പറയുകയാണ്. അങ്ങനെ പ്രസാദം എന്ന് പറയുന്നത് ആനന്ദം ഉണ്ടാക്കും എന്ന് പറയാം. ആര് വന്നാലും പ്രസാദം കൊടുക്കണം, അന്നം കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോഴും ജഗന്നാഥപുരിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പാർവതി ദേവി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പാർവതി ദേവിക്ക് അതിൻ്റെ ഫുഡ് കോർട്ടിൽ പ്രധാന ആളായിട്ട് അവിടെ നിയമിച്ചു ഭഗവാൻ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് വലതുവശത്തായിട്ട് വിമലാദേവി ഫുഡിൻ്റെ കൺട്രോളറായിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു കൊച്ചു ഭാഗമുണ്ട്. അവിടെ അങ്ങനെ ദേവിയെ ഇരിക്കുന്നുണ്ട്, ദേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേവി പറഞ്ഞതുപോലെ തന്നെ ദേവി എന്താണോ ജഗന്നാഥനോട് പറഞ്ഞത് അത് ഭഗവാൻ പറയാണ്, തഥാസ്തു, അതുപോലെ തന്നെ വരട്ടെ, നീ ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം കൊടുത്ത് വിമലാദേവി അവിടെ കുടിവിക്കണം. അപ്പോൾ വിമലാദേവിയുടെ ക്ഷേത്രവും കഴിഞ്ഞു. ഇനി നമുക്ക് ആനന്ദ ബസാറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ആനന്ദ ബസാറിലേക്കാണ്. ഈ ദേവൻ്റെ മഹാപ്രസാദം, അതായത് മഹാപ്രസാദം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേവിയും കൂടെ അവിടെ കുടികൊള്ളുന്നത് കൊണ്ട്, അതായത് പാർവതി ദേവിയും അവിടെ കുടികൊള്ളുന്നുണ്ട്, അതുപോലെ ജഗന്നാഥനും കുടികൊള്ളുന്നത് കാരണമാണ് പ്രസാദത്തെ മഹാപ്രസാദം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ പ്രസാദം എന്ന് മാത്രമേ പറയുള്ളൂ, ചിലയിടത്ത് മഹാപ്രസാദം എന്ന് പറയും, എന്നാൽ പുരിയിൽ മാത്രം മഹാപ്രസാദം എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്, അങ്ങനെ സ്വീകരിച്ചു, അവരവിടെ ഇരുത്തി എന്നുള്ളതാണ്. അപ്പോൾ വിമലാദേവി അവിടെ ഇരുന്നു പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ നാൾ അവിടെ നിൽക്കണം. അതിനുശേഷം എന്ത് ചെയ്യാണ്, അവിടെ പട്ടിണി കിടക്കാൻ ആരെയും അനുവദിക്കില്ല, ഏകാദശി എടുക്കാൻ ഒന്നും പറ്റില്ല. 3000 കലം പ്രസാദമാണ് അവിടെ ഉണ്ടാക്കുക. ഭഗവാന് നിവേദിക്കുന്ന 3000 കലത്തിൽ പ്രസാദം ഉണ്ടാക്കിയിട്ട് ആ പ്രസാദമൊക്കെ ഭഗവാൻ വെച്ചിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് കടയിൽ ഫുഡ് കോർട്ടിൽ കൊണ്ടുവയ്ക്കും. രാധാകാന്ത എന്നൊരു, അങ്ങനെ ഈ പ്രസാദങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഇതിന് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി, ഉള്ളിൽ തന്നെയാണ് ഈ പരിപാടികളെല്ലാം, പുറത്തൊന്നുമല്ല, എല്ലാം ഉള്ളിലാണ്. അപ്പോൾ ഈ പ്രസാദങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു രാധാകാന്തൻ്റെ അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലമുണ്ട്. രാധാകാന്തൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അമ്പലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണില്ല, ഒരു പ്രതിഷ്ഠയില്ല. അതിനും ഒരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കൃഷ്ണ വിഗ്രഹമായിരുന്നു. ജഗന്നാഥൻ അതിനെ മാറ്റിച്ചു എന്നാണ് പറയുന്നത്. അതായത് പൂന്താനത്തിന് വയ്യ, ഗുരുവായൂർ അമ്പലത്തിൽ പൂന്താനത്തിന് നടക്കാനും വയ്യാതെ ഇനി വരാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ കൂടെ പോയില്ലേ, അതുപോലെ ഇവിടെ ജഗന്നാഥൻ കൃഷ്ണൻ്റെ ഭാവത്തെ അല്ലെങ്കിൽ കൃഷ്ണ വിഗ്രഹത്തെ, ആ രാധാകാന്ത വിഗ്രഹത്തെ എടുത്തു മാറ്റി എന്നാണ് പറയുക. എന്തായിരുന്നു കാരണം നോക്കൂ, അതായത് ഇത്രയും നിവേദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സ്ഥലങ്ങളിൽ കുടികൊള്ളുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നിവേദ്യം ഉണ്ടാക്കിയിട്ട് ഭക്ഷണലീല ആടുകയാണ് ഇവിടെ ഭഗവാൻ. നിരന്തരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ആര്, ഈ പറയുന്ന നമ്മുടെ ജഗന്നാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരം ഭക്ഷണം കഴിക്കുന്ന രാജകുമാരനായിട്ടാണ് രാവിലത്തെ പ്രതിഷ്ഠ. അത് കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ രാജാവിനെ പോലെ എന്നുള്ളതാണ്. പിന്നെ മധുരപലഹാരങ്ങളും ശ്രീകോവിലിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, അവിടുത്തെ പണിക്കാരൊക്കെ അങ്ങനെ പ്രസാദം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ ഈ പ്രസാദം കാണില്ല. ഇവർ കൊണ്ടുപോകുന്ന കൊട്ടയ്ക്കകത്ത് ഒരു പ്രസാദവും കാണില്ല, വലിയ കൊട്ടയായിരിക്കും ഉണ്ടാവുക. ആ കൊട്ടയിൽ പ്രസാദവും ഈ പറയുന്ന എന്ത് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോയാലും, കൂടുതലും മധുരപലഹാരങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സാധനം അവിടെ നിന്ന് ഇവിടെ എത്തും, പക്ഷേ ഇവിടെ നിന്ന് പാസ് ചെയ്ത് അങ്ങോട്ട് കിടക്കുമ്പോൾ ഇവരുടെ തലയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കൊട്ടയിലുള്ള പ്രസാദമൊക്കെ ആരാണ് എടുക്കുന്നത്? അങ്ങനെ പരസ്പരം പണിക്കാർ തമ്മിൽ വഴക്കായി, അവിടെയുള്ള ആൾക്കാർ, ഇത് കൊണ്ടുപോകുന്ന ആൾക്കാർ, ഉണ്ടാക്കുന്ന ആൾക്കാരും തമ്മിൽ വഴക്കായി, തല്ലും ഊന്തും വടിയായി. എന്നിട്ടും ഇത് ആരാണ്, ഇവിടെ എത്തുമ്പോൾ ഈ കാണാത്തത് ആരാണ് ഇത് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ നാളുകൾ അത് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് കാണാതാകുന്ന സമയത്ത് രാജാവിൻ്റെ അടുത്ത് പരാതി പോവുകയാണ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പാലിൽ തീർത്ത മധുരപലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ എന്താ പറയുക, ഇത് കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവന്ന് അവിടെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും പ്രസാദം കാണില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ രാവിലെ നമ്മുടെ കൃഷ്ണനെ രാവിലെ തന്നെ മധുരം കൊടുത്തിട്ടാണ് ഉണർത്തുന്നത്. കുട്ടികളൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ട് രാവിലെ ഉണർത്തുമ്പോൾ ആദ്യം മധുരം കൊടുത്തിട്ട് ഉണർത്തണം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക,
സ്കൂളിൽ പോണ പിള്ളേരാണെങ്കിൽ അമ്മമാർ 2 ചവിട്ടും തല്ലും ഒക്കെ കൊടുത്തിട്ട് എണീക്കട അവിടെ നിന്ന് പോടാ അവിടെ നിന്ന് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാത്തരം കുട്ടികളെ ഉണർത്തുക, സ്നേഹത്തോട് കൂടിയിട്ട് കൊഞ്ചിയിട്ടാണ് വിളിച്ച് ഉണർത്തേണ്ടതെന്ന് പറയാം. അപ്പോൾ കുട്ടികളെ ത്രിമധുരം കൊടുത്തിട്ടാണ് എനിക്ക്. അപ്പോൾ ഇവിടെ കൃഷ്ണനെ അങ്ങനെയായിരുന്നു ചെയ്തത്. അവസാനം രാജാവ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക, രാജാവിനും പറ്റില്ല. അവസാനം രാജാവ് തോറ്റു തുന്നം പാടി ജഗന്നാഥൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് വരികയാണ്. വന്നിട്ട് പറയുകയാണ്, ഈ പ്രസാദമൊക്കെ എവിടേക്കാണ് പോണ ജഗന്നാഥ, നിനക്കറിയുമല്ലോ, നിനക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ അശരീരി ഉണ്ടാവുകയാണ്. ഭഗവാൻ പറയുകയാണ്, എൻ്റെ പുറകെയുള്ള ഒരു രാധാമാധവ ക്ഷേത്രം ഉണ്ടല്ലോ, അവനാണ് ഇതെല്ലാം കട്ടെടുക്കണത്, കൃഷ്ണനാണ്, അവനാണ് എല്ലാം കട്ടെടുക്കണത്. ചീത്ത ചോരനാണല്ലേ, എന്ത് കണ്ടാലും എടുക്കും, അത് പ്രത്യേകിച്ച് മധുരപലഹാരങ്ങൾ എടുക്കും എന്നുള്ളതാണ്. ഇതെല്ലാം മോഷ്ടിക്കുന്നത് ആ രാധാമാധവനാണ്, ആ വിഗ്രഹം അവിടെ നിന്ന് മാറ്റി പുറത്ത് കൊണ്ടുവയ്ക്കാൻ പറയും. ഭഗവാനാണ് പറഞ്ഞത്. ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ വേറൊരു ലീലയായിട്ടുള്ള രാധാമാധവ വിഗ്രഹത്തെ അവിടെ നിന്ന് എടുത്ത് മാറ്റും. വിഗ്രഹം മാറ്റിയിട്ട് പുറത്ത് ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കുറച്ച് അകലെയായിട്ട് കൊണ്ട് മാറ്റും എന്നാണ് പറയുന്നത്. അതാണ് ആ രാധാമാധവൻ്റെ. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രതിഷ്ഠയില്ല, പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ പോയി നോക്കുമ്പോൾ അവർ ചൂലും ബക്കറ്റും ഒക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ പോയപ്പോൾ അതാണ് കണ്ടത്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് കാഞ്ചി ഗണേശ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗണപതിയുടെയാണ് കാണുന്നത്. അതെന്താണ് കഥ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കാഞ്ചി ഗണേശനെ എല്ലാവരും തൊഴുതുക. ഗണേശനെ അറിയാലോ, വിഘ്നേശ്വരൻ. കാഞ്ചിയിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ രാജാവ് വിവാഹം കഴിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് രാജാവ് അവിടെ നിന്ന് ഒരു വിവാഹം കഴിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരൊക്കെ കൂടുതലും ആരാധിക്കുന്നത് ആരെയാണ്? ഗണപതിയാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആ രാജാവ് കല്യാണം കഴിച്ച ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഒക്കെ എന്ത് ചെയ്യാണ്? ഗണപതിയെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഈ ഭഗവാന്റെ ലീലകളൊക്കെ അതും ഭഗവാന്റെ കൃഷ്ണന് ഗണപതി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പൂർണ്ണരൂപം ഭഗവാന്റെ എടുത്തു കഴിഞ്ഞാൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ്റെ പൂർണ്ണരൂപം എടുത്ത എല്ലാം ഭഗവാൻ തന്നെ. ലീലകൾ ആടാൻ വേണ്ടി സ്പ്ലിറ്റായി ഓരോരോ ഭാവം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ പല രൂപം എടുക്കുന്നു മാത്രം. അപ്പോൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ കാഞ്ചിയിൽ നിന്ന് ഭാര്യയുടെ വീട്ടുകാർ മരുമകൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് വരികയാണ്. അങ്ങനെ വിരുന്നിന് വന്നപ്പോൾ ഈ കാഞ്ചിയിലുള്ള രാജാവ് വിരുന്നിന് വരുന്ന സമയത്ത്, ഇയാൾ വരുന്ന സമയത്ത് എപ്പോഴും ഇയാളുടെ കയ്യിൽ ഒരു കുഞ്ഞ് ഗണപതി വിഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ വിഗ്രഹം കൊണ്ട് ഇയാൾ ചെല്ലും. അപ്പോൾ ഈ പറയുന്ന ഗണപതി വിഗ്രഹം തൊഴുതുന്ന ആൾക്കാർ ഗണപതിയെ മാത്രം കാണുള്ളൂ, വേറെ ഒരു അമ്പലത്തിലും പോവില്ല. അങ്ങനെയുള്ള ആളുകളും കൂടിയിട്ടായിരുന്നു ഇവർ. അപ്പോൾ അവസാനം മരുമകൻ നിർബന്ധിച്ചിട്ട് ഞങ്ങളുടെ ജഗന്നാഥനെ പോയി കാണൂ, തൊഴുതു എന്ന് പറഞ്ഞിട്ട് അവസാനം പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് ജഗന്നാഥനെ കാണിക്കാൻ വരുമ്പോൾ ഇയാൾ ജഗന്നാഥനെ നോക്കില്ല, കണ്ണിറക്കടയ്ക്കും, തൊഴുതില്ല. ഞാൻ എൻ്റെ ഗണപതിയെ തൊഴുതുള്ളൂ എന്ന് പറഞ്ഞിട്ട് കണ്ണിറക്കടച്ച് പിടിച്ചിട്ട് കാഞ്ചിയിലെ രാജാവ് നിൽക്കും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കണ്ണടച്ചുകൊണ്ട് അവിടെ വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ട് സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അയാൾ അത് പ്രാർത്ഥിക്കുമ്പോൾ കാഞ്ചിയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാവും നമ്മുടെ ജഗന്നാഥന്. ആ സ്നേഹം കൊണ്ട് ജഗന്നാഥൻ എന്താവും എന്നറിയോ? ഒരു കറുത്ത ആനയാവും, തുമ്പിക്കൈയും കൊമ്പൊക്കെ ഉള്ള ഒരു ആനയും ബലഭദ്രൻ ഒരു വെളുത്ത ആനയുമായി മാറിയിട്ട് അനുഗ്രഹം കൊടുക്കുകയാണ്. കണ്ണ് തുറക്ക് കാഞ്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ ഞാനാണ്, ഗണേശനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആനയുടെ രൂപത്തിൽ വന്ന് ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭക്തൻ്റെ മുൻപിൽ ഗണപതിയെ തൊഴുതണു എന്ന് പറഞ്ഞ് നിൻ്റെ മുമ്പിൽ ഞാൻ വരില്ല എന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ല. നമ്മളാണ് പറയുക ഞാൻ ആ അമ്പലത്തിൽ പോവില്ല, ഈ അമ്പലത്തിൽ പോവില്ല എന്നല്ലേ. പക്ഷെ ഭഗവാൻ അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാം ഭഗവാൻ തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ കാഞ്ചിക്ക് അവിടെ ഭഗവാന്റെ പൂർണ്ണ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. അവർ കറുത്ത ആനയും വെളുത്ത ആനയുമായിട്ട് ഇങ്ങനെ ദർശനം കൊടുക്കുകയാണ്. അപ്പോൾ ആ ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആനന്ദം, എന്താണിത് ഇങ്ങനെയെന്നുള്ള അത്രയും ഭയങ്കര വിശ്വാസമായി. അപ്പം അദ്ദേഹം കൊണ്ടു നടക്കുന്ന ആ ഒരു വിനായകനുണ്ടല്ലോ, ആ വിനായകനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്, സ്നേഹത്തോടു കൂടിയിട്ട് അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിനായകനും അവിടെയുണ്ട്. അങ്ങനെ ആ കാഞ്ചി രാജാവ് അതിനെ അവിടെ ആ ഗണപതിയെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അന്നു മുതൽ അദ്ദേഹം ജഗന്നാഥനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ജഗന്നാഥനെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവരൊക്കെ പറയും ജഗന്നാഥൻ അങ്ങനെയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേൾക്കാം. പക്ഷേ ഇതും കൂടി ആയപ്പോൾ, ഈ ദിവ്യദർശനവും കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാവുകയും അയാൾ പിന്നെ എപ്പോഴും കാഞ്ചി എന്ത് ചെയ്യാൻ തുടങ്ങി? ഗണേശനെ പൂജ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭഗവാനെയും പൂജ ചെയ്തു എന്നാണ്. അപ്പോൾ കാഞ്ചി ഗണേശനെ എല്ലാവരും തൊഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അതും കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് അമ്പലം കാണാൻ പറ്റും.
അതിൽ ഒരു ദേവിയെ കെട്ടി വെച്ചിട്ടുണ്ടാവും. ഒരു ചുവന്ന നൂല് കൊണ്ട് ഇങ്ങനെ ചുറ്റി 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 കെട്ടി വെച്ചിട്ടുണ്ടാകും. ദേവിക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും അനങ്ങാൻ പറ്റില്ല. അതാണ് ഏകാദശി ദേവി. ഏകാദശി ദേവീനെ അവിടെ കെട്ടി വെച്ചിരിക്കണം. അവിടെ ആരും ഏകാദശി എടുക്കില്ല. ഹരേ കൃഷ്ണക്കാർ മാത്രമാണ് ഏകാദശി എടുക്കാറുള്ളൂ. അവിടുത്തെ ആളുകൾ ആരും ഏകാദശി എടുക്കാറില്ല. അവിടുത്തെ ആളുകൾ ആരും തന്നെ ഉണ്ണാതിരിക്കരുത്, എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സുഭക്ഷമായിരിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ ആഗ്രഹം. അതേപോലെ തന്നെ അവിടുത്തെ ആളുകൾ അങ്ങനെ ഏകാദശി ഒന്നും എടുക്കില്ല അത്ര. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഏകാദശി ദേവിനെ അവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഏകാദശി ദേവി അവിടെ കെട്ടി വെച്ചില്ലെങ്കിൽ എല്ലാവരും ഏകാദശി എടുക്കില്ല. അപ്പോൾ ദേവിനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും ഏകാദശി എടുക്കില്ല. അങ്ങനെ ഭഗവാൻ തന്നെ ഏകാദശി ദേവിനെ അവിടെ ചുവന്ന നൂല് കൊണ്ട് കെട്ടിവെക്കും. ഒരു പാപവും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഏകാദശി എടുത്തില്ലെങ്കിൽ, അവിടെ ഏകാദശി എടുത്തില്ലെങ്കിൽ ഒരു പാപവും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഏകാദശി എടുത്തില്ലെങ്കിൽ വലിയ മഹാപാപമാണ്. അങ്ങനെ നമ്മുടെ ജഗന്നാഥൻ ചുവന്ന നൂലുകൊണ്ട് ആ ഏകാദശി ദേവി അങ്ങോട്ട് വലിഞ്ഞ് കെട്ടി അങ്ങോട്ട് വെച്ചു എന്നുള്ളതാണ്. ഇത് ഒരു 12,000 സേവകരുണ്ട് അവിടെ ആ അമ്പലത്തിൽ പണി ചെയ്യുന്നത്. ചുരുങ്ങിയത് ഒരു 12,000 പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഇത്രയും വലിയ അമ്പലം, കാലപ്പഴക്കം ചെന്ത്, ഇങ്ങനെയൊക്കെയുള്ള പേരും പ്രശസ്തിയുമുള്ള ഒരു മഹിമയാർന്ന അമ്പലം, ഇതിൽ ഇത്ര പണിക്കാരുണ്ട്, ഇവരെ മാനേജ് ചെയ്യണമല്ലോ. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഐക്യമുണ്ടാവുകയുള്ളൂ. ഐക്യമുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഐക്യമത്യ മഹാബലം. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ആ ഐക്യം കൊണ്ടാണ് ആ 12,000 ആളുകളും അവിടെ പണിയെടുത്തു പോകുന്നത്. പരസ്പരം ദ്രോഹമില്ലാതെ നല്ല സൗഹാർദ്ദത്തോടു കൂടിയിട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഗുരുവായൂർ അമ്പലത്തിലായാലും മറ്റുള്ള അമ്പലങ്ങളിലായാലും തിരക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ഒരു തള്ളാണ്. അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ കുറേ വഴക്കൊക്കെ പറയില്ലേ. പക്ഷെ അവിടെയൊന്നും അങ്ങനെ പറയുകയില്ല. അവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ജഗന്നാഥനെ ദർശിക്കാൻ പോകുന്ന സമയത്ത് ചൂരൽ പിടിച്ചിട്ട് 2 ചൂരൽ പിടിച്ചിട്ടുണ്ടാവും. ആ ചൂരൽ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും തലയിൽ ഇങ്ങനെ ആക്കും. ഇങ്ങനെ തലയിലോ മേലയിലോ ഇങ്ങനെ കൊട്ടി തരും. അവിടെ ഒരു ബ്രാഹ്മണൻ നിൽക്കുന്നുണ്ടാവും. അദ്ദേഹം എല്ലാവരെയും തൊട്ട് പോകും. അതൊരു ഐതിഹ്യമാണെന്ന് പറയുന്നുണ്ട്. ആ ചൂരൽ കൊണ്ട് എല്ലാവരെയും തലയിൽ തൊട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ആ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആൾ ഭഗവാന്റെ വേറൊരു രൂപമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മളിങ്ങനെ തൊട്ട് അനുഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 12,000 ആളുകളും ഐക്യത്തോടു കൂടിയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഭഗവാന്റെ 30 നില ഗോപുരം കയറണം. 30 നിലയോളം വരും. അതൊരു ചെറിയൊരു മണ്ഡപമാണ് കേട്ടോ. അപ്പോൾ ആ ഏകാദശി ദേവിയും കടന്നിട്ട് നമ്മൾ പിന്നെ പോകുന്ന ഒരു 30 നില സ്റ്റെപ്പുകളുണ്ട്. ഇങ്ങനെ കുത്തനെയാണ്. ആ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോകുമ്പോൾ ചെറിയൊരു മണ്ഡപം, കുറച്ച് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു 6, 7, 8 പേരൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ആ മണ്ഡപം കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് ആരാണ് അവിടെ സ്വയംഭൂവായിട്ടുള്ള നരസിംഹമൂർത്തി. അതായത് രാജാവ് ഈ ജഗന്നാഥനെ ഇവിടെ പ്രതിഷ്ഠിച്ചില്ലേ, ഇന്ദ്രദുമ്നൻ ഇവിടെ പ്രതിഷ്ഠിച്ചില്ലേ, ആ പ്രതിഷ്ഠിച്ചതും അവിടെയുള്ളൊരു തൂണ് പിളർന്നിട്ട് വലിയൊരു സ്തംഭമായിരുന്നു. ആ സ്തംഭം അങ്ങോട്ട് പിളർന്നിട്ട് അതിൽ കൂടെ നരസിംഹമൂർത്തി വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വലിയ നരസിംഹമൂർത്തിയാണ്. നമ്മളിങ്ങനെ നോക്കണം. അപ്പോൾ ആ നരസിംഹമൂർത്തി അതേ ഭാവത്തിൽ ആ സ്വയംഭൂവാണത്. അത് ഉണ്ടാക്കിയതല്ല, ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയില്ല. പോയവർക്കൊക്കെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ വിശ്വസിക്കാതിരിക്കുക, വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിക്കുക. കാണാൻ പറ്റിയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ, നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ദൈവം കൂടെ ആഗ്രഹിക്കണം. എവിടെ എത്തണം, വരണോ, നിങ്ങൾ വരണോ, ഞാൻ വരണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ ഈ പറയുന്നതല്ല, ശരിക്കും കാണണം, കണ്ട് ആത്മനിർവൃതി അടയണം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അങ്ങനെ സ്വയംഭൂവായിട്ടുള്ള ആ നരസിംഹമൂർത്തിയെയും കണ്ട് അവിടെ 16 കൈയൊക്കെയാണ്, 25 അടി പൊക്കമൊക്കെ ഉണ്ട് കേട്ടോ ഈ പറയണ നമ്മുടെ ഇതിൽ. അപ്പോൾ എന്താ പറയുക, ആചാര്യനായിട്ടുള്ള രാജാവാണല്ലോ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ രാജാവാണ് അത് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജഗന്നാഥനെ പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ പിളർന്ന് അങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത്. അതാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് രാജാവിന് ഇങ്ങ് വലിയ രൂപത്തിൽ അങ്ങ് ദർശനം കൊടുക്കുകയാണ്. ആ ദർശനം കൊടുത്ത് നമ്മൾ നരസിംഹമൂർത്തിയെയും തൊഴുതു. എല്ലാവരും നരസിംഹമൂർത്തിയെ തൊഴുതോളൂ. എന്നിട്ട് താഴേക്ക് അതുപോലെ സ്റ്റെപ്പ്, 2 ആൾക്കൊന്നും കയറിപ്പോൾ ഒരാൾ ഇറങ്ങി വരുമ്പോൾ വേറൊരാൾ അവിടെ നിൽക്കണം. അങ്ങനെ ഒരാൾക്ക് ഇറങ്ങാനും ഒരാൾക്ക് കയറാനും പറ്റുള്ളൂ. അത്രയും ഡേഞ്ചറുമാണത്. അങ്ങനെ അത് തൊഴുത് താഴോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, വലതുവശത്തേക്ക് പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? കൊയിലി വൈകുണ്ഠം ഒരു പൂന്തോട്ടമാണ്. കൊയിലി വൈകുണ്ഠം എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ്. അതായത് കൊയിലി എന്ന് പറഞ്ഞാൽ ഒറീസയിലെ ഭാഷയാണ്. ആ ഭാഷയുടെ അർത്ഥം കലി എന്നാണ്.
കലിയെയാണ് കൊയിലി പറയുക. അപ്പോൾ ആ വൈകുണ്ഠത്തിൽ ഒരു പൂന്തോട്ടമാണ്. അവിടെ ഒരു നവകളേബരം എന്ന് പറയുന്ന ഒരു ഉത്സവം നടക്കും. അപ്പം നവകളേബരം, പുതിയ ശരീരം. കളേബരം പറഞ്ഞ ശരീരം, നവം പറഞ്ഞ പുതിയതറിയാലോ. അപ്പോൾ ആ ഒരു ഉത്സവം അവിടെ നടക്കും. അത് ഏതൊരു അമ്പലത്തിലും അങ്ങനെ ഒരു ഉത്സവം നടക്കാറില്ല. പക്ഷെ അവിടെ മാത്രമാണ് ഈ നവകളേബരം എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത്. 12, 14, 15, 16 വർഷങ്ങൾ കൂടുമ്പോഴാണ് എന്താണ് ഈ ഒരു നവകളേബരം എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത്. അതെന്താണെന്നറിയോ? ഈ തടി കൊണ്ടാണല്ലോ ഈ വിഗ്രഹമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, 3 വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ വിഗ്രഹം മാറ്റിയിട്ട് പുതിയ വിഗ്രഹം വെക്കും. അപ്പോൾ ഈ പഴയ വിഗ്രഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുകയാണ്. നമ്മൾ ശ്മശാനം എന്നൊക്കെ പറയില്ല, ശ്മശാനം പോലെയാണ്. ആ പഴയ വിഗ്രഹത്തിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുഴിച്ചിടും. എന്നിട്ട് അത് പിന്നെ വരുന്ന ഉത്സവത്തിന് അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിലൊന്നും ഉണ്ടാവില്ല, ആ ഒരു പിടി മണ്ണായി മാറിയിട്ടുണ്ടാവും. അതൊരു അതിശയമായിട്ടുള്ള കാഴ്ച. അത് നമുക്ക് കാണുക തന്നെ വേണം. അവിടെ നമ്മൾ ശ്മശാനത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, അതുപോലെ ഇങ്ങനെ നിറയെ പൂവൊക്കെ ഇട്ടിട്ട് ആ രൂപത്തിൽ അതേപോലെയാണ് അവിടെയും വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്ര വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ നവകളേബരം എന്ന് പറയുന്ന ഒരു ഉത്സവം നടക്കുന്നത്. അപ്പോൾ ആ വിഗ്രഹം മാറ്റിയിട്ട് പുതിയ വിഗ്രഹത്തെ സ്ഥാപിക്കുകയാണ്. ആ വിഗ്രഹം മാറ്റുന്നതിൽ ഒരു കഥയുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കളേബരം എന്ന് പറയുന്ന ആ ഭാഗത്ത് നിൽക്കുകയാണ്. ഒരു ശ്മശാനം പോലെയുള്ള ഒരു ഇങ്ങനെ ചെറിയൊരു കുഴി പോലെ ഉണ്ടാവും. കുഴിയല്ല, എന്നാലും ജസ്റ്റ് ഒരു കുഴി പോലെയാണ്. അപ്പോൾ ചുറ്റും നമുക്ക് നിന്ന് നോക്കാം. അപ്പോൾ അവിടെ ഒരു സ്വാമി അവിടെ ഉണ്ടാവും, അവർ പൂജിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ, ഇഷ്ടമുള്ള ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് നമുക്ക് തരും. അതാണ് ഭഗവാന്റെ ശരീരം മാറിയതാണെന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ്. അപ്പോൾ ഈ വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹത്തെ വെക്കണേ. അപ്പോൾ ഈ വിഗ്രഹം മാറ്റുമ്പോൾ ഈ അമ്പലത്തിൽ പണി ചെയ്യുന്ന പൂജാരി ഗ്രൂപ്പിൽപ്പെടുന്ന ബ്രാഹ്മണരിൽ ഏറ്റവും പ്രായം ചെന്ന ഒരാൾക്ക് സ്വപ്നം ഉണ്ടാവും. ഏറ്റവും പ്രായം കൂടിയ ഒരു വൃദ്ധ ബ്രാഹ്മണന് സ്വപ്നം ഉണ്ടാവും. ഭഗവാൻ വന്ന് പറയും, ഇന്നിടത്ത് ഇന്ന കാട്ടിൽ ഇന്നൊരു മരമുണ്ട്, 3 മരങ്ങളുണ്ട്, ആ മരം നിങ്ങൾ പോയി വെട്ടണം എന്ന് പറയും. അതായത് ഇത് മാറ്റാനാവുന്ന സമയത്ത് അവർക്ക് സ്വപ്ന ദർശനം കൊടുക്കും എന്നാണ് പറയുക. അങ്ങനെ ആ 3 തടി 3 ഭാഗങ്ങൾ ഒരു കാട്ടിൽ തന്നെയായിരിക്കും, ഓരോ ഇത്ര പറയും, ആ സ്വപ്ന ദർശനത്തിലൂടെ പറയുക. അങ്ങനെ ആ ലക്ഷണം വെച്ചിട്ട് ഈ പറയുന്ന വൃദ്ധനായിട്ടുള്ള ആള് നല്ല വൃദ്ധനായിരിക്കും. ആ വൃദ്ധനായിട്ടുള്ള ആളെയും കൂട്ടിയിട്ട് ഭയങ്കര കൊട്ടും മേളമൊക്കെ ആയിട്ട് ആളുകൾ പോയിട്ട് ആ കാട്ടിൽ പോയി നോക്കുമ്പോൾ ഇതേപോലെ ആ ഒരു ഭഗവാൻ പറഞ്ഞ അതേ ചിഹ്നങ്ങൾ അടങ്ങിയ മരങ്ങൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താ പറയുക, താമരയുടെ ചിഹ്നമുള്ളത്, അനന്തൻ്റെ ചിഹ്നമുള്ളത് എന്നൊക്കെ പറഞ്ഞ് സുദർശന ചക്രത്തിൻ്റെ ചിഹ്നമുള്ള മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ പോയിട്ട് മുറിച്ച് കൊണ്ടുവന്നിട്ട് പുതിയ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് പണിയാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ പുതിയ വിഗ്രഹം തീർത്ത് കഴിയുമ്പോൾ ആ പഴയ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും, മുഖാമുഖം പുതിയ വിഗ്രഹത്തിന് പണിത് കഴിഞ്ഞിട്ട് പഴയ വിഗ്രഹത്തിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് മുഖാമുഖം അടുത്ത് വെക്കും. അതായത് അടുത്തടുത്ത് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് അത് വെച്ച് കഴിഞ്ഞിട്ട് ഈ വൃദ്ധനായിട്ടുള്ള ആളുണ്ടല്ലോ, ആർക്കാണോ സ്വപ്നം കിട്ടിയത്, ആ സ്വപ്ന ദർശനം കിട്ടിയ ബ്രാഹ്മണന് രാത്രിയിൽ ആ സമയത്ത് പറയപ്പെടുന്നത് ആ പ്രദേശത്ത് ഒരു ലൈറ്റ് പോലും ഇടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്രയും പവിത്രമായി കുറേ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ആ ഒരു കർമ്മം അവിടെ നടക്കാത്തത്. അത് ഏതൊരു അമ്പലത്തിലും ഇല്ലാത്ത, നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണത്. ആ ബ്രാഹ്മണൻ്റെ കണ്ണ് കെട്ടിയിട്ട് രാത്രിയിൽ വന്നിട്ട് എന്ത് ചെയ്യും, പഴയ വിഗ്രഹത്തിൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു അറ പോലെ ഉണ്ട് അത്ര. ആ അറ ഇങ്ങനെ തുറക്കും. അപ്പോൾ കണ്ണൊക്കെ കെട്ടിയിട്ടാണല്ലോ, അങ്ങനെ കണ്ണൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കും. അത് കുറച്ച് ആൾക്കാർ, ഒരാൾ പറയുന്നു ഹൃദയമാണെന്ന് പറയുന്നു, ഹൃദയത്തിൻ്റെ ബീപ്പ് അടിക്കുന്ന ആ സൗണ്ട് സ്പന്ദനം കേട്ടു എന്ന് പറയും. ചില ആൾക്കാർ അത് ഒരു സാളഗ്രാമശീല പോലെ പറയുന്നു. അങ്ങനെ അത് എടുത്ത ഓരോ ആൾക്കാരും പല കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കാര്യത്തിന് പല രൂപത്തിലാണ് പറയുക. അപ്പോൾ അതിലെന്താണ് എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ ഹാർട്ട് നന്നായിട്ട് മിടിക്കണ പോലെ ചില ആൾക്കാർക്ക് തോന്നി എന്ന് പറയും. അങ്ങനെ പല രൂപത്തിലും വിഗ്രഹത്തിൻ്റെ ആ ഒരു രൂപത്തെ പല രൂപത്തിലും പറയും. പക്ഷേ അതങ്ങനെ പറയാൻ പാടില്ല എന്നുണ്ടെന്ന് തോന്നുന്നു, പറയാൻ പാടില്ലാതെ. അപ്പോൾ വിഗ്രഹത്തിൻ്റെ മാറിൽ ഒരു പെട്ടി പോലെ ഒരു സംഭവമുണ്ട്. അത് തുറന്നിട്ട് ഭഗവാന്റെ ഹൃദയം, ഇപ്പം നമ്മൾ അങ്ങനെ പറയുന്നു, ഹൃദയത്തെ എടുത്തിട്ട് പുതിയതിലേക്ക് ഇങ്ങനെ അദ്ദേഹം തന്നെ എടുത്തു
എടുത്ത് വെക്കും. അത് എന്താണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ചിലപ്പോൾ കട്ടയായിട്ട് തോന്നാം, ചിലപ്പോൾ കല്ലായിട്ട് തോന്നാം, ചിലപ്പോൾ മിടിക്കുന്ന പോലെ തോന്നാം, ചിലപ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നത് പോലെ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്തകൾ ആ സമയത്ത് ഉണ്ടാവുന്ന പറയുക. അതിനെ എടുത്തിട്ട് പഴയതിൽ നിന്ന് എടുത്ത് പുതിയതിലേക്ക് വെക്കും. എന്നിട്ട് ഈ പുതിയതിൽ വെച്ചിട്ട് ഭഗവാന്റെ ഹൃദയം, അതാണ് ഭഗവാന്റെ ഹൃദയം ഇന്നും ഉണ്ട് എന്ന് പറയുന്ന ഏക അമ്പലം എന്ന് പറയുന്നത് ജഗന്നാഥപുരിയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ വിശ്വാസമുള്ളവർ അതീവമായി വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ പറയുക, അതൊക്കെ പോയി കാണണം. കണ്ടാലാണ് നമുക്ക് അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടാലാണ് ഇതൊക്കെ സത്യമാണല്ലേ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് എന്താണ് ഈ ഹൃദയത്തെ എടുത്ത് അങ്ങ് മാറ്റി വെക്കുകയാണ്, പുതിയ വിഗ്രഹത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നു. എന്നിട്ട് അതിലെന്താ സംഭവം നമുക്ക് ആർക്കും ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. പല ആൾക്കാർക്കും പല അഭിപ്രായം എന്ന് പറയുന്നുണ്ട്. അത് കാരണം അത് എന്താണെന്ന് ആർക്കും ഇന്നുവരെ എന്ത് എന്നുള്ള അർത്ഥം ഒറ്റ വാക്കിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ പുതിയ വിഗ്രഹത്തെ, പഴയ വിഗ്രഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിക്കും. അപ്പോൾ ആ പഴയ വിഗ്രഹത്തെ എന്ത് ചെയ്യും, കൊയിലിൽ കൊണ്ട് കുഴിച്ചിടും. കൊയിലി പറഞ്ഞാൽ ആ പൂന്തോട്ടം പോലെയുള്ള ആ കിടങ്ങ്, ആ ചെറിയൊരു കുഴി പോലെയുള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ട് സംസ്കരിക്കും എന്നാണ് പറയുക. അതൊക്കെ 14, 12, 14, 16, 15 ഇങ്ങനെ എത്രയോ വർഷം കഴിയുമ്പോഴാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അത് കുഴിച്ചു മൂടെന്ന് പറയണത്. എന്നാൽ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്യുന്നറിയോ, മറ്റാർക്കും ഒന്നും കാണാനും കഴിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ബ്രാഹ്മണന്, ഈ സ്വപ്ന ദർശനത്തിൽ കണ്ട ബ്രാഹ്മണനുണ്ടല്ലോ, ഇത് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുന്ന പറയുക. അപ്പോൾ ഈ വിഗ്രഹം കൊയില് ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഇതിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യും. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വൃദ്ധനായിട്ടുള്ള ആൾ മരിക്കുകയും ചെയ്യും എന്ന് പറയും. നവകളേബരത്തിൻ്റെ ഉത്സവത്തിൻ്റെ പ്രത്യേകത അതാണ്. പഴയ വിഗ്രഹത്തിൽ നിന്ന് ഹൃദയം എടുത്ത് പുതിയ വിഗ്രഹത്തിൽ വെക്കുന്നു, അവിടെ ഉത്സവം നടക്കുന്നു. ആ ഉത്സവം കഴിഞ്ഞതിന് ശേഷം പഴയ വിഗ്രഹത്തെ കുഴിച്ചിടുന്നു. ആ കുഴിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ സ്വപ്ന ദർശനം കണ്ടയാൾ മരിക്കുന്നു. അതാണെന്ന് പറയണം. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ചുറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് പാതാള ശിവനെ കാണും. പാതാള ശിവൻ എന്ന് പറഞ്ഞ ഒരു 50 അടി താഴോട്ട് ഇങ്ങനെ നമ്മൾ താഴ്ന്നു നോക്കണം, അപ്പോഴാണ് ഭഗവാനെ കാണുള്ളൂ. ഒരു മഹാദേവനെ നമുക്ക് അവിടെ ദർശിക്കാൻ പറ്റുന്നത്. മഹാദേവനാണ് ഭൂമി മുഴുവൻ സംരക്ഷകൻ, അല്ലേ, പിതാവാണ്. അപ്പോൾ ആ ഭഗവാനെ നമുക്ക് അവിടെ തൊഴുതാം. അതായത് ഒരു 1830 അവിടെ ഒരു സംഭവം എന്തുകൊണ്ടാണ് അത് സംഭവം എന്ന് പറഞ്ഞിട്ട് 1830 കാലഘട്ടങ്ങളിൽ പോർച്ചുഗീസുകാരെ സമ്മാനിച്ച ഒരു ബെല്ല് അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ബെല്ല്, ഒരു മണി അവിടെ തൂക്കിയിട്ടുണ്ട്. അത് എന്താണ് ആ മണി വരാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ പോർച്ചുഗീസുകാർ കപ്പലിൽ ഒരു യാത്ര നടത്തിക്കൊണ്ട് വരുമ്പോൾ കപ്പലിൽ നിറയെ സ്വർണവും പണവും ഒക്കെ നിറയുണ്ട്. അങ്ങനെ വന്ന് കപ്പൽ ഈ അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു ചുഴിയിൽ പെടുകയാണ്. നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് ചുഴിയിൽ പെടുകയാണ്. അപ്പോൾ അതിൽ ആ കപ്പലിനകത്തൊരു ഒറീസക്കാരനുണ്ടായിരുന്നു. അപ്പോൾ കപ്പലിനകത്തൊരു ഒറീസക്കാരനിരുന്ന് അപ്പോൾ ഈ കപ്പൽ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വളരെ വിഷമിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് ജഗന്നാഥ് കി ജയ്, ജഗന്നാഥ് ജഗന്നാഥ് ജഗന്നാഥ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഉരുവിടുകയാണ്. അപ്പോൾ ഈ കപ്പലിലുള്ള ഇയാൾ വന്നിട്ട് പറയും, ഇപ്പോൾ ഒരു അത്യാപത്ത ഘട്ടം വരുന്ന സമയത്ത് നിങ്ങൾ ജയ് ജഗന്നാഥ് പറഞ്ഞത് ശരിയാവുമോ? അത് ശരിയാവില്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഇതിനൊരു പ്രതിവിധി പറയൂ, എന്തെങ്കിലും കാണിച്ചു തരൂ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ജഗന്നാഥനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഞങ്ങളുടെ ജഗന്നാഥനെ പറ്റി വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വെളിപ്പുറത്ത് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ജയ് ജഗന്നാഥ് എന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യമൊന്നും നമ്മുടെ പോർച്ചുഗീസുകാരനെ അറിയുന്നില്ല. എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോഴും ജയ് ജഗന്നാഥ് എന്നല്ലാതെ വേറൊന്നും പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ജഗന്നാഥൻ്റെ കൊടിയെ പറ്റിയിട്ട് അറിയോ, ധ്വജത്തെ പറ്റിയിട്ട് അറിയോ? കൊടി മാറ്റുമല്ലോ അവിടെ, ആ കൊടിയെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും എവിടെയുണ്ടോ അവിടെ ജഗന്നാഥനുണ്ട്. അത് ജഗന്നാഥൻ വിചാരിച്ചാൽ മാത്രമേ ശുഭമാവുകയുള്ളൂ എന്ന് പറയും. സൂര്യനും ചന്ദ്രനും ഇവിടെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ ജഗന്നാഥനെ വിളിക്കുക, എല്ലാം ശുഭമാക്കി തരുമെന്ന് അദ്ദേഹം ഒറീസക്കാരൻ പറയുകയാണ്. അത് കേട്ടപ്പോൾ അയാൾക്കും എന്തോ ഒരു എന്താ പറയുക, ഒരു ഉത്സുകം തോന്നിയിട്ട് അയാളും പറയാൻ തുടങ്ങുകയാണ്. ഈ ഒറീസക്കാരനോടൊപ്പം തന്നെ ജയ് ജഗന്നാഥ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അതിശയം തോന്നുകയാണ്. പെട്ടെന്നാണ് കടൽ ശാന്തമാകും. ക്ഷോഭിച്ച് നിന്ന കടൽ പെട്ടെന്ന് ശാന്തമാവുന്നു. അങ്ങനെ കപ്പൽ പതുക്കെ കരയിലേക്ക് ചേർത്ത് വെക്കുന്നു. കരയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ കപ്പലിൽ നിറച്ചെന്താണ്, സ്വർണവും പണവും ഒക്കെയാണുള്ളത്.
എന്താ പറയുക, പോർച്ചുഗീസുകാരൻ ആ കപ്പലുള്ള സർവ്വതും ഭഗവാന് നിവേദിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന് പ്രസാദമായി കൊടുത്തു, ഭഗവാൻ അവിടെ സമർപ്പിച്ചു എന്നാണ് പറയുക. അങ്ങനെ അതെല്ലാം അവിടെ സമർപ്പിച്ചിട്ട് അദ്ദേഹം ഈ ഒരു ബെല്ലും അവിടെ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയെ പരിപൂർണമായിട്ടും പരിപാലിക്കുന്നത് ആരാണ്? ശിവൻ തന്നെയാണ്, മഹാദേവൻ തന്നെയാണ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ കൊടിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടി ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു എന്താ പറയുക, 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഉണ്ടാവും, കുറച്ച് മുതിർന്ന ഒരാളും ഉണ്ടാവും. 300-400 അടി ഉണ്ടാകും മുകളിലേക്ക്. 300-400 അടി അമ്പലത്തിൻ്റെ പൊക്കം. അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോല് പോലെ, ഒരു തോട്ടി പോലെ ഒരു സാധനം, ഇരുമ്പിൻ്റെ കമ്പിയുണ്ട്. ആ കമ്പിയുടെ മേലയിലാണ് ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഈ വയസ്സായിട്ടുള്ള ആൾ കയറുകയുള്ളൂ. അപ്പോൾ ഈ കൊടി എന്ന് പറഞ്ഞാൽ ഒരു കൊടിയല്ല, ഇങ്ങനെ നീളത്തിൽ കെട്ടിയിട്ടാണ്. അപ്പം നല്ല ഭാരമൊക്കെ ഉണ്ടാവും. അതൊരു പൂജാകർമ്മം പോലെ, ഭയങ്കര ഉത്സവം പോലെയാണ് അത് കൊണ്ടുവന്ന് മുകളിലേക്ക് കയറി പോകുന്നത്. എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെയല്ലേ മുകളിലേക്ക് കയറുമ്പോൾ നമ്മളൊക്കെ കയറുന്നത് ഇങ്ങനെയല്ലേ കയറുന്നത്. പക്ഷെ അവർ തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെയാണ് അവർ കയറുന്നത്. അവർ അങ്ങോട്ട് നോക്കി കയറില്ല, ബാക്കിലോട്ട് നോക്കിയിട്ടാണ് കയറുക. അത് ഭയങ്കര രസമാണ്, കാരണം അത് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. അങ്ങനെ ഈ 300-400 അടിയുള്ള അമ്പലത്തിലേക്ക് തല തിരിഞ്ഞിട്ട്, അതായത് ഓപ്പോസിറ്റ് നോക്കിയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ആ കമ്പി നിൽക്കുന്ന ഏറ്റവും നടുഭാഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശിരസ്സാണ്. അതുകൊണ്ടാണ് ഈ വയസ്സായ ആൾ, കുറച്ച് മധ്യവയസ്കനായിട്ടുള്ള ആൾ അവിടേക്ക് കയറാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ തലയിലാണ് ചവിട്ടുന്നത്. തലയിൽ ചവിട്ടുന്ന പോലെ ശിരസിൻ്റെ ആ ഭാഗത്താണ് ആ കമ്പി നിൽക്കുന്നത്. അപ്പോൾ കുട്ടിയാവുമ്പോൾ അത് പ്രശ്നമില്ലല്ലോ. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് പ്രശ്നമല്ല. അതുകൊണ്ട് ഈ 12 വയസ്സിന് താഴെയുള്ള കുട്ടി ആ ശിരസിൻ്റെ നെറുകയിൽ ഇരുന്നിട്ട് ഈ കൊടി, പഴയ കൊടി അഴിച്ച് എടുത്തിട്ട് പുതിയ കൊടി അഴിച്ച് ഫിറ്റ് ചെയ്യും. അങ്ങനെ കൊടി എന്നിട്ട് ആ കൊടി ഇറക്കിയിട്ട് അത് പ്രസാദമായിട്ട് കൊടുക്കും. നമുക്കുണ്ട്, ഒരു 4 എണ്ണം ഉണ്ട്. നമുക്ക് പ്രസാദമായിട്ട് അന്ന് പോയപ്പോൾ കിട്ടി. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ശിരസിലാണ് കൊടി കെട്ടുന്നത് എന്നുള്ള ആ ഒരു ഇതാണ്. അതുപോലെ കൊടി പറക്കുന്നത് കാറ്റ് റൈറ്റിലോട്ടാണെങ്കിൽ അവിടുത്തെ കൊടി പറക്കുന്നത് ലെഫ്റ്റിലോട്ടായിരിക്കും. അതുപോലെ പക്ഷികളൊന്നും ഇതിന് മുറിച്ച് കിടക്കില്ല, ഇങ്ങനെ ക്രോസ് ചെയ്ത് കിടക്കില്ല, വലം ചുറ്റി വരും. പക്ഷികളിങ്ങനെ വലം ചുറ്റിയിട്ടാണ് അവിടെ പറക്കുക, ക്രോസ് ചെയ്ത് കടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ സമുദ്രത്തിൽ ഒരു സൗണ്ടും കേൾക്കില്ല എന്നും കൂടിയിട്ടുള്ള ഒരു ഭയങ്കര അതിശയകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉള്ള ഒരു അമ്പലമാണ് നമ്മളുടെ ഈ പറയുന്ന ജഗന്നാഥപുരി. അങ്ങനെ കൊടിയൊക്കെ ഇറക്കിയിട്ട് എല്ലാവർക്കും പ്രസാദമായിട്ട് അതൊക്കെ കൊടുക്കും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. 100 രൂപ എന്തോ, 50 രൂപ 100 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ അതും കഴിഞ്ഞ് നേരം ഫുഡ് മാർക്കറ്റിൽ വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വേണ്ട ഫുഡൊക്കെ വാങ്ങി വരാം. വളരെ തുച്ഛമായിട്ടുള്ള വിലയാണുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വരാം. അപ്പം നമ്മളങ്ങനെ ജഗന്നാഥപുരിയിൽ പോയി തൊഴുതി ഫുഡും കഴിച്ചു, ഭഗവാന്റെ പ്രസാദവും വാങ്ങി സന്തോഷത്തോട് കൂടിയിട്ട് ഇനി നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം. ഓക്കെ, കഥ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. ഇനി എവിടെയും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൽ അടുത്ത കഥയുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും യദുകുലം ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത കഥയിൽ നമുക്ക് കാണുന്നത് വരെ ഹരേ കൃഷ്ണ.